ഖുർആനിൽ ഏറ്റവും അധികം വന്നിട്ടുള്ളത് ഏത് പ്രവാചകന്റെ പേര്? ഞാൻ പറഞ്ഞു മൂസാ നബി. ഓൻ പറഞ്ഞ ശരി. മൂസാ നബീൻ്റെ പേരാണ് ഖുർആനിൽ ഏറ്റവും അധികം വന്നിട്ടുള്ളത്. രണ്ടാമത്തത് കഅബ പുതുക്കി പണിയുമ്പോൾ ഇസ്മായിൽ നബിക്ക് എത്ര വയസ്സായിരുന്നു? പറഞ്ഞു. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞു. കഅബ പുതുക്കി പണിയുമ്പോൾ 20. റസൂൽ അല്ല, കഅബ പുതുക്കി പണിയുമ്പോൾ ഇസ്മായിൽ നബിക്ക് 20 വയസ്സായിരുന്നു. എന്നോടെന്ന് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അവരുടെ പത്നിമാരിൽ നിന്ന് ഒരാൾക്ക് അള്ളാഹു ജിബ്രീൽ മുഖേന സലാം പറഞ്ഞയച്ചിരുന്നു. ആരാണ് ആ പത്നി? ഖദീജ ബീവി. ശരി, ഖദീജ ബീവിയാണ്. പറയുന്നേ എടുക്കുന്നേ. സൗദാ ബീബിയെ നബി തിരുമേനി വിവാഹം ചെയ്തത് ഏത് മാസത്തിലായിരുന്നു? അല്ല, ഇത് റംസാൻ. എങ്ങനത്തെ ഖുർആന്റെ മാസം പറയണം? നീ അല്ല, ഓൻ പറഞ്ഞു റംസാൻ. ഓൻ പറഞ്ഞ ശരി. വർഷത്തിലാണ് ഓന് അത് ഓൻ പറഞ്ഞ ശരി. ആര് മംഗലം കഴിച്ചത്? അല്ല, ചെയ്തത് വിവാഹം ചെയ്തത്. ശരി. രണ്ടാമത്തെ ചോദ്യം, ഇല്യാസ് നബിന്റെ ഉപ്പാന്റെ പേര് എന്തായിരുന്നു? നബിന്റെ ഉപ്പാന്റെ പേര് എന്തായിരുന്നു? അറിയോ? പറഞ്ഞ പാസ്. യാസീൻ. ഓൻ പറഞ്ഞ ശരി. യാസീൻ എന്നായിരുന്നു. ഒരു കുപ്പായത്തെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. ആരുടെ കുപ്പായമാണത്? പാസ്. ഏത് ചെല്ല്. ഒരു കുപ്പായത്തിനെ കുറിച്ച് ഖുർആനിൽ പരാമർശിക്കുന്ന ആരുടെ കുപ്പായമായിരുന്നു അത്? അല്ല, യൂസുഫ് നബി. ഓൻ പറഞ്ഞ ശരി. യൂസുഫ് നബിന്റെ കുപ്പായത്തിനെ പറ്റിയിട്ടാണ് ഉണ്ടായിരുന്നത്. അല്ലേ? നിങ്ങളെ ഗ്രൂപ്പിലേക്ക് 5 ആളില്ലേ? 5 ആൾക്ക് എല്ലാവർക്കും കൊടുക്കും.